നമസ്കാരം. നമ്മളിന്ന് ഏറ്റവും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ നിമിഷപ്രിയയുടേത്. നമുക്കറിയാം, നമ്മുടെ രാജ്യവും കേരളവും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി നിമിഷപ്രിയയുടെ വിഷയം മാറിയിരിക്കുകയാണ്. നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു. നമുക്കറിയാം, ഈ വധശിക്ഷ നടപ്പാക്കാതിരിക്കുവാൻ കാലങ്ങളായി നമ്മൾ പല ശ്രമങ്ങളും നമ്മുടെ രാജ്യാന്തര തലത്തിൽ നടത്തുകയും നമ്മുടെ വിദേശകാര്യമന്ത്രി സഹിതം നമ്മൾ യമൻ സർക്കാരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും അവസാനം അത് പരാജയപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് പരമാവധി ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തി, പക്ഷേ പരാജയപ്പെട്ടു എന്നാണ് അവർ കൊടുത്ത സത്യവാങ്മൂലം. നമുക്കറിയാം, യമനിലെ ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇപ്പോൾ യമനിൽ നടക്കുന്നത്. എന്നാൽ യമൻ സർക്കാരുമായി വേണ്ടത്ര ബന്ധങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഇല്ല. പകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ഇറാൻ വഴി നമുക്ക് ബന്ധപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ആണ് നമ്മുടെ പല സംഘടനകളും ബന്ധപ്പെട്ടിരുന്നു. യമനിലുള്ള മലയാളികൾ നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമിച്ചിരുന്നു, നടന്നില്ല. അവസാനം നിമിഷപ്രിയയുടെ വധശിക്ഷ 16-ാം തീയതി നടപ്പാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ അദ്ദേഹത്തിൻ്റെ ഒരു പണ്ഡിത സുഹൃത്തുമായി, യമനിലുള്ള പണ്ഡിത സുഹൃത്തുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അവിടുത്തെ യമനിലെ ഒരു വലിയ പണ്ഡിതൻ എന്നുള്ള നിലയിൽ ആ സർക്കാരുമായി അവിടെയുള്ള കോടതികളിലെ വിധി നിർണയിക്കുന്ന ജഡ്ജിമാരുമായും അവിടുത്തെ സർക്കാരുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് എന്ന് പറയാതെ നിർവാഹമില്ല. ഇന്ത്യയും വിശിഷ്യ കേരളവും ഇന്ന് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നീട്ടിവെച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതിനിടയിൽ ചിലർ കടന്നു വന്നുകൊണ്ട് പല വിധത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്ത പ്രവൃത്തികളെ ഇകഴ്ത്തി കാണുകയും കേരള ഗവർണർ ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കിയതെന്നും ഒക്കെ ശ്രുതികൾ പരത്തുന്നുണ്ട്. എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിമിഷപ്രിയയെ താൽക്കാലികമായി വധശിക്ഷയിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിന് പലർക്കും അതിനകത്ത് കൈകളുണ്ടാവാം, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഇടപെടലുകളൊന്നും ഫലം കണ്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ അവിടുത്തെ പണ്ഡിത സഭയിലെ ഒരു വലിയ പണ്ഡിതനെ
സ്വാധീനിക്കുകയും അതുവഴി ഈ യമനിൽ വധിക്കപ്പെട്ട യുവാവിൻ്റെ ബന്ധുക്കളുമായും വീട്ടുകാരുമായും സംസാരിക്കാൻ സാഹചര്യമുണ്ടാവുകയും അവിടെ ഉത്തരവാദിത്തപ്പെട്ട നിയമം കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ വകുപ്പ് മന്ത്രിമാരെയും വകുപ്പ് ജഡ്ജിമാരെയും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെയും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാനും ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ വധശിക്ഷ നീട്ടിവെക്കുവാനും സാധിച്ചു. ഇനി നമ്മൾ ഇടപെടേണ്ടത് വളരെ സത്യസന്ധമായി നമ്മൾ ഇടപെടേണ്ട സമയമാണ് ഇനി അങ്ങോട്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുകയല്ല ചെയ്തത്, വധശിക്ഷ നീട്ടിവെക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വിധി വരുന്നത് വരെ വധശിക്ഷ നീട്ടിവെക്കുകയാണ്. ഇനിയൊരു വിധി വരും. ആ വിധിയിൽ എന്താണ് അവിടുത്തെ സർക്കാരും കോടതിയും തീരുമാനിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ അതിശക്തമായി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുകയും നിർബന്ധമായിട്ടും നിമിഷപ്രിയയെ നമുക്ക് മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഒരു സഹോദരിയുടെ ജീവനാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് നിമിഷപ്രിയ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്, കാരണം ചെയ്ത കുറ്റകൃത്യം വളരെ വലുതാണ് എന്ന് പലരും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഒരു യുവാവിനെയാണ് അതിദാരുണമായി കൊല ചെയ്തത്. കൊല ചെയ്തത് പോരാഞ്ഞിട്ട് ഏതാണ്ട് 110 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ആ മൃതദേഹത്തോട് കാണിക്കാവുന്ന പരമാവധി ശോഭയോട് കാണിച്ചിട്ടാണ് ഇത്രയും വലിയ ശിക്ഷ നിമിഷപ്രിയയിൽ വന്നു ചേർന്നതും അതിനകത്ത് ഈ യുവാവിൻ്റെ വീട്ടുകാർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാതെ ഇരിക്കുകയും ചെയ്തത് എന്നുള്ള ഒരു സത്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവസ്ഥകൾ എന്തുമാകട്ടെ, നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള നമുക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചർച്ചകളുമൊക്കെ പിന്നീട് നടക്കട്ടെ. പക്ഷെ ആദ്യം നമ്മൾ നിമിഷപ്രിയയെ മോചിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവന്ന് സുരക്ഷിതയാക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിൽ നിന്നും നമ്മൾ ഇന്ത്യൻ സമൂഹവും വിശിഷ്യ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രബുദ്ധരെന്ന് നമ്മൾ വിളിക്കുന്ന മലയാളികളും ഒരു കാരണവശാലും അതിൽ നിന്നും പിറകോട്ട് പോകരുത്. നമുക്ക് എല്ലാ കൈമെയ് മറന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് പോരാടണം. നിമിഷപ്രിയയുടെ ദയാധനമെന്ന് പറയുന്നത് ഏതാണ്ട് 8.5 കോടി രൂപയാണ്. അത് നമ്മൾ മലയാളികൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പൈസ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മളെല്ലാം രംഗത്ത് വന്നാൽ. പക്ഷേ നമുക്ക് അതിനുവേണ്ടി നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇവിടെ നമുക്ക് ജാതിയില്ല, മതമില്ല. നിമിഷപ്രിയയുടെ ജീവനാണ് വലുത്. നമുക്ക് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും അതുപോലെ തന്നെ നമ്മുടെ ദേശക്കാരും മറ്റു ദേശക്കാരും എല്ലാവരും നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സുന്ദരമായ ഭാരതം, സുന്ദരമായ കേരളം നമുക്കുണ്ടാവണം. വർഗീയത പറയുന്നവർ വർഗീയത പറയട്ടെ. മതഭ്രാന്തന്മാർ മതഭ്രാന്ത് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം തീർക്കട്ടെ. അല്ലാത്തവർ ഹോസ്പിറ്റലിൽ പോയി അവരുടെ മതഭ്രാന്തിന് ചികിത്സിക്കട്ടെ. നമുക്ക് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സഹോദരി നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ഈ
വലിയ ദൗത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.